ടച്ച് ചെയ്യാനടുത്ത് ഇവിടെ അവർ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ആൻഡ്രോയിഡ് അതിനങ്ങനെ iOS ആപ്പിളിൻ്റെത് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് സമയം അറിയാൻ പറ്റും. 9:52. ഇത് IP68 ആയതുകൊണ്ട് ശകലം പോലും വെള്ളം വാച്ചിൽ ഇറങ്ങത്തില്ല. വാട്ടർ പ്രൂഫാണ്. ഹായ്, എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പേ വന്നേക്കുന്നത് ഒരു ചെറിയൊരു അൺബോക്സ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ വാച്ചിൻ്റെ പേര് ജോയ്റൂം JRFC1 എന്നാണ് നമ്മുടെ വാച്ചിൻ്റെ പേര്. Got my bags packed, timeline on track. My winter coat stuck in the closet way back. I won't be needing that. I won't be needing that. I'm ready to fly down 65, hit the coastline in the sunshine. I'm going to find my അടിപൊളിയായിട്ടൊരു വാച്ചാണ്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഒറ്റ ചാർജ് ചെയ്തതിന് 7 day ലോങ് ബാറ്ററി ലൈഫ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മൾ കോളല്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു വാച്ചാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കി മറക്കുന്നത്. ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നമ്മൾ നീടുന്നില്ല, നമ്മൾ നേരെ വീഡിയോയ്ക്ക് പോവുകയാണ്. നമുക്ക് ഇനി ഒന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. നമ്മൾ വാച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ലൈറ്റ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് അതിൻ്റെ സൈഡൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെ സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് പവർ ഓൺ ആക്കാനുള്ളത്. 3 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ പവർ ഓൺ ആകും. പിന്നെ പവർ ഓൺ ആയതിനു ശേഷം അതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താഴെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ബാച്ച് എടുത്തൊന്ന് ജസ്റ്റ് പുറത്തോട്ട് വയ്ക്കിയിട്ട് ഇതിൻ്റെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടിയെന്നുള്ളത് നോക്കാം. നമ്മൾ ബാച്ച് എടുക്കുകയാണ്. എടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ വാച്ചിൻ്റെ കൂടെ കിട്ടിയേക്കുന്നത് ഒരു അതിൻ്റെ ചാർജിങ് കേബിളാണ്. ഇതൊരു മാഗ്നറ്റ് ടൈപ്പ് ചാർജിങ് കേബിളാണ്. അതിൻ്റെ ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ വാച്ചൊക്കെ മേടിക്കുമ്പം അത് വയർലെസ് ചാർജറാണ്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ചാർജ് ആകും. പക്ഷേ ഇത് അങ്ങനത്തെ അല്ല. ഇത് നമ്മളൊരു ഇവിടെ 2 മാഗ്നറ്റ് ആണ്. മാഗ്നറ്റ് ടൈപ്പ് ചാർജറാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കാം. ഞാൻ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ അത് മാഗ്നറ്റ് ഇവിടെ നമുക്ക് ഒട്ടിച്ച് വെച്ചാൽ കറക്റ്റ് മാഗ്നറ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് ആണ്. ഊരിയൊന്നും പോകത്തില്ല ചാർജ് ചെയ്താൽ. അപ്പോൾ നമുക്ക് കേബിൾ മാറ്റി വയ്ക്കാം. അതിൻ്റെ പിന്നെ കിട്ടുന്നത് വെച്ചാൽ അതിൻ്റെ യൂസർ മാനുവൽ ബുക്കാണ്. ഇതിൻ്റെ യൂസർ മാനുവൽ ബുക്കാണ് ഇവിടെ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നത്. അതിൽ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ജോയ്റൂം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഒരു സൈഡിൽ ചൈനീസും ഒരു സൈഡിൽ ഇംഗ്ലീഷുമാണ്. നമുക്ക് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് എൻ്റെ പവർ ബട്ടൺ, അതിനൊക്കെ മൈക്രോഫോൺ, ഇവിടെ പവർ ബട്ടൺ, BP ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കാനുള്ള സെൻസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കേസെല്ലാം അതുകൊണ്ട്. അല്ലെങ്കിൽ ലെതർ അതിൻ്റെ ബുക്ക് നമുക്ക് ഇപ്പോൾ ഇതിൽ തന്നെ കാണാൻ പറ്റും. നമ്മളെ വാച്ച്, ചാർജർ, അതിനൊക്കെ അതിൻ്റെ യൂസർ മാനുവലൊക്കെ ലെതർ, ഇത്രയാണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് അടുത്ത ഇവിടെ ചാർജ് ചെയ്യണം, എങ്ങനെയാണ് ചാർജ് ചെയ്യണമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ടച്ചിൽ ഓൺ ആക്കാനുള്ളത്. പിന്നെ അതിനൊക്കെ പിന്നെ ഇല്ല ആപ്പ്. നമ്മളിപ്പോൾ ഇത് അതിൻ്റെ സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിത് ആപ്പ് സ്റ്റോറും ഉണ്ട്, അതിനൊക്കെ പ്ലേ സ്റ്റോറും ഉണ്ട്. ഇതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ മൊബൈലും വാച്ച് വെച്ച് കണക്ട് ചെയ്യുന്നുള്ള ഇവിടെ പെയർ ചെയ്യാനായി കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അതിനുശേഷം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി ഇതൊന്ന് മാറ്റാം. വാച്ച് എടുക്കാം. വാച്ച് എടുത്ത് നമുക്ക് ഓപ്പൺ ആക്കാം. സ്റ്റിക്കർ മാറ്റുന്ന സമയത്ത് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വാച്ചാണ്. ഇവിടെ കാണാം നല്ല ബ്ലാക്ക് ഫിനിഷ് അതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഒരു റൗണ്ട് ബ്ലാക്ക് ഫിനിഷിൽ ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം 2 ബ്ലാക്ക് ഫിനിഷിൽ നല്ലൊരു ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ നല്ല സാധാരണ വാച്ചിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് വാച്ചിൽ നമുക്ക് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചാൽ ഇങ്ങനെ കയറ്റിയിരുന്ന ലെതറാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് സാധാരണ നമ്മളെ നോർമൽ വാച്ചിൻ്റെ കണക്കുള്ള നല്ല ലെതറാണ് കൊടുത്തേക്കുന്നത്. ലെതറൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ലെതറാണ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള സൂപ്പറായിട്ടുള്ള ലെതറാണ് കൊടുത്തിരിക്കുന്നത്. അതിലിവിടെ സെൻസർ കൊടുത്തിട്ടുണ്ട്. മോഡൽ JRFC1. അതിനൊക്കെ ഇൻപുട്ട് ബാറ്ററി 5 വാൾട്ടാണ്. അതിനൊക്കെ 500 mAh ആണ്. അതിനൊക്കെ ബാക്കിയുള്ള മെയ്ഡ് ഇൻ ചൈന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെതറാണ്. വെരി ഹാർഡൊന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെതറാണ്. ഇവിടെ ഒരു സ്പീക്കർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ മൈക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ അടിപൊളിയായിട്ടൊരു വാച്ചാണ്. നമുക്കൊന്ന് 3 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ വാച്ച് ഇതാ ഓൺ ആയിട്ടുണ്ട്. ഓൺ ആയതിനു ശേഷം നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഓൺ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കേസ് നോക്കാം. ഇതിന് മേലും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് അതിൻ്റെ ബ്ലൂടൂത്ത്, അതിനൊക്കെ ലൈറ്റ്, അതിനൊക്കെ തന്നെ ബ്രൈറ്റ്നസ്, അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി സൈഡിലോട്ടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളെ കോൺടാക്റ്റ്, കോൾ ഹിസ്റ്ററി, അതിനൊക്കെ ഡയൽ അത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ഒരു ക്ലിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റും. വോയിസ് കമാൻഡ് ചെയ്യാം. അതിനൊക്കെ അതിൻ്റെ ആപ്പിൻ്റെ QR കോഡ്, ബാക്കിയുള്ള ടൈമർ, അതിനൊക്കെ നമ്മളെ മൊബൈൽ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാനുള്ള, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള സീനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ അതിനൊക്കെ ടൈമർ, വെതർ, അതിനൊക്കെ മ്യൂസിക്, അത് ക്യാമറയുടെ റിമോട്ട്. അത് ഇതിൽ മൊബൈലിൽ ക്യാമറ ഇല്ല, പക്ഷെ ഇതിൽ നമ്മളെ വാച്ചിൽ ഇതിൽ ക്യാമറ ഇല്ല. പക്ഷേ നമ്മളെ മൊബൈലിലെ ക്യാമറയുടെ റിമോട്ടായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അലറം, ബാക്കിയൊക്കെ മെസ്സേജ് കാര്യങ്ങൾ, അതിനൊക്കെ നമ്മളെ ഓക്സിജൻ ലെവല് നോക്കാൻ പറ്റും, BP നോക്കാൻ പറ്റും എന്ന് പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ വാച്ചിലുണ്ട്. അത് നല്ല ക്വാളിറ്റി വാച്ചാണ്. പിന്നെ അതിനൊക്കെ ഈ വാച്ചിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടിയിൽ നമുക്ക് മാറിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ നല്ല ഒരു വാച്ചാണ്. ഇനി നമുക്കിത് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നമ്മളെ യൂസർ മാനുവൽ ബുക്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ഒരു QR കോഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ QR കോഡിൽ നിന്ന് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളിവിടെ കാണാം, ഇതാണ് QR കോഡ്. അപ്പോൾ ഈ QR കോഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മൊബൈൽ എടുത്തതിന് ശേഷം നമുക്കൊന്ന് ക്യാമറ എടുത്തൊന്ന് സ്കാൻ ചെയ്യാം. ക്യാമറ എടുത്ത സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അതിനൊന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്യാനടുത്ത് ഇവിടെ അവർ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ആൻഡ്രോയിഡ്, അതിനങ്ങനെ iOS ആപ്പിളിൻ്റെ അത് ആപ്പ് സ്റ്റോറിൽ ആണോ, അതിനൊക്കെ ആൻഡ്രോയിഡിൽ നിന്ന് എടുക്കണമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. നമുക്കിപ്പം ആപ്പ് സ്റ്റോറിൽ, ഐഫോണിൻ്റെ ആപ്പ് സ്റ്റോറിലോട്ട് പോവാം. ആപ്പ് സ്റ്റോറിൽ പോകുന്ന സമയത്ത് അതിൻ്റെ ആപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നത് ഇൻസ്റ്റാൾ ചെയ്യാം. സെൻസറാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ BP, അതിനൊക്കെ നമ്മളെ ഓക്സിജൻ ലെവൽ കാര്യങ്ങളൊക്കെ എടുക്കുന്ന 3 സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ചാർജ് ചെയ്യണത്. അത് നമുക്കിവിടെ അതായത് നമ്മളെ ചാർജറിലോട്ട് കുത്തിയിട്ട്, ഇതിനൊക്കെ ചാർജറിലോട്ട് കുത്തിയതിന് ശേഷം ഈ ചാർജറിലോട്ട് കുത്തിയിട്ട് നമുക്കിത് ഇവിടെ ഇത് മാഗ്നേറ്റ് ചെയ്യാം. വയ്ക്കുമ്പോൾ തന്നെ മാഗ്നേറ്റായി അത്രയും പവർഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ചാർജ് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ വാച്ച് ഇപ്പോൾ ചാർജ് ആവുകയാണ്. ഈസി ആയിട്ട് ഇത് നല്ല സ്ട്രോങ് ആണ്, പെട്ടെന്നൊന്നും ഇളകി പോയില്ല, നല്ല മാഗ്നറ്റ് ആണ്. വാച്ച് ഇപ്പോൾ നമുക്ക് കൂടെ ചാർജ് ആവുന്നുണ്ട്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയ ശേഷം നമ്മളിത് ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളായി ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ വരും. അത് നമുക്ക് ലൊക്കേഷനൊക്കെ നമുക്ക് അലോ ചെയ്ത് കൊടുക്കണം. നിങ്ങളെ ഫോട്ടോ കൊടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങളെ പേര് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. പിന്നെ നിങ്ങളെ വെയിറ്റ് കൊടുക്കണം. നിങ്ങളെ ഹൈറ്റ് കൊടുക്കണം. അത് സ്മാർട്ട് വാച്ച് ആയിട്ട് ഇതെല്ലാം കൊടുത്തിട്ട് നിങ്ങൾ ഓണാക്കി നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഇനി നമുക്ക് അതെല്ലാം ചെയ്യും. ഡ്രൈവിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ചെറിയ കാർഡ് കണക്ക് കാണാം. ഈ കാർഡാണ് നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്കത് മൊബൈലായിട്ട് കണക്ട് ചെയ്യും. ഇനി നമുക്ക് വാച്ച് മൊബൈലായിട്ട് കണക്ട് ചെയ്യാം. മൊബൈലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ഇവിടെ നമ്മളെ ഈ പറഞ്ഞ ഡ്രൈവിൽ വന്നിട്ട് ഇവിടെ കാണാം. വന്നിട്ട് നോക്കാം, ചെറിയൊരു വാച്ചിൻ്റെ പടം കാണിച്ച് ആഡ് ഡ്രൈവ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ആകുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കാണാം, വാച്ച് ഇപ്പം മൊബൈലിലോട്ട് കണക്ട് ആവുകയാണ്. ഇവിടെ JRFC1 എന്നും പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാച്ചിൽ അതിലിപ്പോൾ നമ്മളൊന്ന് ക്ലിക്ക് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റും, നമ്മളെ വാച്ചിൽ അത് വന്നിട്ടുണ്ട്. പെയറിങ് എന്ന് പറഞ്ഞ് എഴുതി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെയർ ചെയ്യാനായിട്ടൊന്ന് ഓണാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വാച്ച് പെയർ ആവുകയാണ്. അതിനുശേഷം നമ്മൾ അലോ എംബഡി കൊടുക്കുക. ഇപ്പോൾ മൊത്തത്തിൽ കൊടുക്കുക. അതായത് നമ്മളെ ലൊക്കേഷനൊക്കെ അറിയാനായിട്ട് അലോ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കാൾ സർവീസ് പെയറിംഗ് എന്ന് കാണും. നമുക്കിതിൽ ഏതൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മളെ ഈ മൊബൈലിൽ വരുന്ന സമയത്ത്, ഇപ്പോൾ വാട്സാപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഓണാക്കി ഇവിടെ വാട്സാപ്പ് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ വാട്സാപ്പിൽ എന്ത് മെസ്സേജ് വന്നാലും നമ്മൾ വാച്ച് കൈ കെട്ടി ഓണാണെന്നുണ്ടെങ്കിൽ ആ വാച്ചിലും ആ നോട്ടിഫിക്കേഷൻ കാണിക്കും. അതിനൊക്കെ തന്നെ ഫേസ്ബുക്കിൻ്റെ വേണോ സെയിം കാണിക്കും. വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് അടുത്ത് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ചിട്ട് വീണ്ടും ഡൺ കൊടുക്കുമ്പോൾ നമ്മളെ വാച്ചും ഇപ്പം മൊബൈലായിട്ട് പെയർ ആവുന്നുണ്ട്. ഇപ്പം നമുക്ക് രണ്ടും പെയർ ആയിരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഡയൽ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, എൻ്റെ ഈ ഡയൽ എന്ന് വെച്ചാൽ നമ്മൾ ഇത് എഴുതി കാണിച്ചാൽ അതേ കമ്പനി തന്നെ ഡയലാണ്. അപ്പോൾ ഈ ഡയൽ നമുക്ക് വേണ്ട, നമുക്ക് ഡയലൊന്ന് മാറ്റണം. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മളിവിടെ ഈ കാണുന്ന വാച്ച് ഫേസ് ഗാലറി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡയലുണ്ട്. നമുക്ക് ഏത് ഡയൽ വേണോ കസ്റ്റം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ഡയലുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു ഡയൽ കസ്റ്റം ചെയ്യാനായിട്ട് ഇവിടെ ഈ ഡൗൺലോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആകാൻ പറ്റും. അപ്പോൾ ഇവിടെ വാച്ചിലും അതേ കണക്ക് തന്നെ ഈ കാണുന്ന കണക്ക് തന്നെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇത് 100% ആവണ സമയത്ത് നമ്മളിപ്പോൾ ഈ ഏത് ഡയലാണ് കസ്റ്റം ചെയ്യണം ആ ഡയൽ നമ്മളെ വാച്ചിലോട്ട് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അതുണ്ടെങ്കിൽ നമ്മളെ ഫേസും ഇത് കണക്ക് നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. അതിൽ ഫേസ് കസ്റ്റം ഇവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. കസ്റ്റം ഫേസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഫേസ് നമുക്ക് കസ്റ്റം ചെയ്ത്, ഇപ്പം നമ്മളെ കുട്ടികളെ ഫോട്ടോ, അതുപോലെ നമ്മുടെ ഫോട്ടോയൊക്കെ വേണമെന്നുണ്ട്, നമ്മളെ വണ്ടിയുടെ ഫോട്ടോയൊക്കെ നമുക്ക് ഇത് കണക്ക് വാച്ചിൽ കസ്റ്റം ചെയ്യാൻ പറ്റും. ഇപ്പോൾ
ഞാൻ ചെയ്ത ഈ ഡയൽ ഇപ്പോൾ ഇവിടെ കസ്റ്റമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പം 7:31 ഇപ്പോൾ ബേറിൻ്റെ ടൈം. 7:39 വാച്ചിൻ്റെ അതേ ടൈം ഇവിടെ വന്നിട്ടുണ്ട്. 7:39 വന്നിട്ടുണ്ട്, കസ്റ്റമായിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് BP എടുക്കാൻ പറ്റും. അതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ നമ്മളെ ഈ ഹാർട്ട് ബീറ്റ് നോക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വാച്ച് ചെയ്യാൻ പറ്റും. അതിനൊക്കെ നമുക്ക് കോൾ വന്നു കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി ഒന്ന് കോള് ഒന്ന് വിളിച്ച് എടുത്ത് നോക്കാം. ഇപ്പം അതാ നമ്മളെ മൊബൈലിൽ, അതായത് നമ്മളെ മൊബൈലിൽ കോൾ വന്നിട്ടുണ്ട്. ഇപ്പം അത് മൊബൈലിലും കാണിക്കുന്നുണ്ട്, അതിനൊക്കെ നമ്മളെ വാച്ചിലും കാണിക്കുന്നുണ്ട്. ഇവിടെ കാണാം, നമ്മളെ വാച്ചിൽ ഇപ്പോൾ ഇതാ കോള് കാണിക്കുന്നുണ്ട്. അതിനൊക്കെ ഇവിടെ കാണാം വാച്ചിൽ ഇപ്പോൾ കോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഹലോ ഇപ്പം നമ്മളെ വാച്ചിലാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. കറക്റ്റ് നല്ല ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എവിടെ നിന്നാലും നമുക്കിത് എടുക്കാൻ പറ്റും. ഒരുവിധം തരക്കേടില്ലാതെ സൗണ്ട് ഉണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് ഫ്രഷായ സ്ഥലത്ത് വെച്ച് എടുത്താലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. നമുക്കിപ്പോൾ നമ്മൾ വാച്ച് സമയം നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വാച്ച് താഴ്ത്തുമ്പോൾ ഇതിനൊക്കെ ഓഫ് ആവും. നമ്മൾ ഫേസ് നേരെ വരുമ്പോൾ ഇതിനൊക്കെ ഓപ്പൺ ആയിട്ട് കറക്റ്റ് ഇതിനൊക്കെ ഓപ്പൺ ആയിട്ട് നമുക്ക് കറക്റ്റ് സമയം നോക്കാൻ പറ്റും. ഇപ്പോൾ 9:52 ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് സമയം അറിയാൻ പറ്റും. 9:52. ഇപ്പം നല്ല രീതിക്ക് തന്നെ വാച്ച് നനയ്ക്കുന്നത്. നിങ്ങളുടെ കാണാൻ വാച്ചും ഫുള്ള് ഇപ്പോൾ വെള്ളമായി. ഇത് IP68 ആയതുകൊണ്ട് ശകലം പോലും വെള്ളം വാച്ചിൽ ഇറങ്ങത്തില്ല. വാട്ടർ പ്രൂഫാണ്. നിങ്ങൾക്ക് കാണാം ശകലം പോലും വെള്ളം ഇറങ്ങത്തില്ല. അത് വെള്ളം വാച്ചിൽ പിടിക്കത്തുമില്ല. അതിങ്ങനെ ഒലിച്ച് പോയിക്കൊണ്ടിരിക്കും, ഗ്ലാസ്സിലും തങ്ങി നിൽക്കത്തില്ല. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള വാച്ച്, അതായത് നല്ല ക്വാളിറ്റിയുള്ള വാച്ച്. നമ്മളിപ്പോൾ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഈ വെള്ളത്തിൽ വെച്ചാൽ പോലും നമ്മളെ വാച്ചിനൊരു കേടുപാട് വരില്ല എന്ന് നേരത്തെ പറഞ്ഞു. IP68 ആണ് നമ്മളെ വാച്ച്, വാട്ടർ പ്രൂഫാണ്. അടിപൊളി സൂപ്പറായിട്ടൊരു വാച്ചാണ്. നിങ്ങളും മേടിച്ചൊന്ന് യൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ അളക്കാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനൊക്കെ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റുമാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചില പ്രചോദനം. അതിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതിനൊക്കെ അപ്പം നല്ല വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.